എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ബിനോദ് ശങ്കർ, നാച്ചുറൽ ഹീലിംഗ് സെൻറ്റർ, കൊയിലാണ്ടി, കോഴിക്കോട്. കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ അസിഡിറ്റി കുറയ്ക്കാനുള്ള എളുപ്പ വഴികൾ എന്നതായിരുന്നു വിഷയം. അസിഡിറ്റി കുറയ്ക്കാനുള്ള എളുപ്പ വഴികൾ എന്നതിൽ അസിഡിറ്റി ഉണ്ടാകാനുള്ള കാരണങ്ങളെക്കുറിച്ചും അത് നമുക്ക് എങ്ങനെ നിത്യജീവിതത്തിൽ കുറയ്ക്കാമെന്നതിനെക്കുറിച്ചായിരുന്നു പറഞ്ഞിരുന്നത്. അതിൽ അസിഡിറ്റി ഉണ്ടാവാനുള്ള കാരണങ്ങളിൽ പറഞ്ഞതിൽ വിരുദ്ധാഹാരങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ആ വിരുദ്ധാഹാരങ്ങൾ എന്താണെന്ന് അന്വേഷിച്ചുകൊണ്ട് 1-2 വ്യൂവേഴ്സ് ചോദിക്കുകയുണ്ടായി. അപ്പോൾ അതിന് മറുപടിയായിട്ട് അവരുടെ അടുത്ത് ഞാൻ റീപ്ലൈ ചെയ്തത് ഞാൻ അടുത്ത വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യാമെന്നാണ്. പക്ഷേ വിശദമായിട്ട് അതിനെക്കുറിച്ച് പറയുക എന്നത് പറഞ്ഞാൽ അത് ഒരുപാട് സമയം വേണം. എന്നാൽ പരമാവധി ചുരുക്കി പറയാമെന്നും 2 കാര്യങ്ങളാക്കി, 2 വിഷയങ്ങളാക്കി, അതായത് എന്താണ് വിരുദ്ധാഹാരങ്ങളെന്നും എന്തൊക്കെയാണ് വിരുദ്ധാഹാരങ്ങളെന്നും, അതായത് വിരുദ്ധമാകുന്നത് എങ്ങനെ, അതെന്തൊക്കെയാണ് എന്ന 2 കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാവരും അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, തിരിച്ചു വരാം. വിരുദ്ധാഹാരങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പ് ഏതൊരു വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ ആഹാര വസ്തുക്കളും ഒരേ സമയം ദഹിപ്പിക്കുവാനുള്ള ഒരു സംവിധാനം നമ്മുടെ ആമാശയത്തിനില്ല. എല്ലാ ആഹാര വസ്തുക്കളും ഒരേ ദഹിപ്പിക്കാനുള്ള ഒരു സംവിധാനം നമ്മുടെ ആമാശയത്തിലില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു രീതിയല്ല നമ്മുടേത്. നമ്മുടെ രീതി എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടുന്നു അതെല്ലാം കഴിക്കാമെന്നാണ്. തമാശയായിട്ട് ചിലരൊക്കെ പറയും തിരിച്ച് കടിക്കാത്തതിനൊക്കെ കടിക്കാമെന്ന് പറയാറുണ്ട്. അതേപോലെ എന്തും കഴിക്കുന്ന ഒരു രീതിയായി മലയാളിയുടെ ഭക്ഷ്യസംസ്കാരം മാറിയിരിക്കുകയാണ്. ആ ഒരു ഭക്ഷ്യസംസ്കാരം നമുക്ക് ഒരുപാട് ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുമിച്ച് ദഹിക്കാത്ത എന്തുകൊണ്ട് എന്നുള്ളൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ഉദാഹരണം പറയേണ്ടതുണ്ട്. അതിന് മുമ്പായിട്ട് വിരുദ്ധ ആഹാരങ്ങൾ എന്താണെന്ന് പറയാം. അപ്പോൾ ഇത്തരം ആഹാരങ്ങളെ, ഒരേ സമയം ദഹിക്കാത്ത ആഹാരങ്ങളെ, ദഹിക്കുന്ന ആഹാരങ്ങൾ ഒരുമിച്ച് കഴിച്ചാൽ നമുക്ക് പ്രയാസം വരില്ല. പക്ഷേ ഒരേ സമയം ദഹിക്കാത്ത ആഹാരങ്ങളെ കൂട്ടിക്കഴിക്കുന്നതാണ് വിരുദ്ധാഹാരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരേ ദഹിക്കുന്ന ആഹാരങ്ങൾ കൂട്ടിക്കലർത്തി മിക്സ് ചെയ്ത് കഴിച്ചാൽ നമുക്ക് ഡൈജസ്റ്റീവ് ഡിസോർഡേഴ്സ് ഒന്നും ഉണ്ടാവില്ല. അതേസമയം ദഹിക്കാത്തതിനെ കൂട്ടിക്കലർത്തുമ്പോഴാണ് നമ്മൾ അതിനെന്ത് പറയുന്നു, വിരുദ്ധാഹാരങ്ങൾ എന്ന് പറയുന്നു. അത്തരം വിരുദ്ധാഹാരങ്ങളെക്കുറിച്ച് അതെങ്ങനെയാവുക എന്നുള്ളത് നമ്മൾ അടുത്ത പടിയിലേക്ക്, ഇതെന്തൊക്കെയാണ് എന്നുള്ളത് രണ്ടാമതായിട്ട് നോക്കാം. അപ്പോൾ ശരിക്കൊരു ഏവറേജ് നമ്മുടെ മലയാളികൾക്ക് ഇഷ്ടപ്പെട്ട വളരെ പ്രിയമായ പുട്ടും കടലയും അല്ലേ, എല്ലാവർക്കും പുട്ടും കടലയും എന്ന് പറഞ്ഞാൽ തമാശയ്ക്ക് തന്നെ നമ്മൾ പറയും. അതേപോലെ ആ പുട്ടും കടലയും കഴിച്ചു കഴിഞ്ഞിട്ട് പല സുഹൃത്തുക്കളും, പല എന്നെ അറിയാവുന്ന, എന്നെ പരിചയമുള്ള, ഞാനൊരു ചികിത്സാ മേഖലയിൽ അറിയുന്ന ആൾക്കാരൊക്കെ തന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്, പുട്ടും കടലയും കഴിച്ചാൽ വലിയ പ്രശ്നമാണ്, അതുപോലെ കടല കഴിച്ചാൽ പ്രശ്നമാണ്, അതുപോലെ തന്നെ ചെറുപയർ കഴിച്ചാൽ ബുദ്ധിമുട്ടാണ്, അങ്ങനെ പയർവർഗ്ഗങ്ങൾ എന്ത് കഴിച്ചോ അതൊക്കെ ഗ്യാസാവുന്നുണ്ട്. നമ്മൾ പയർവർഗ്ഗങ്ങളെ കുറ്റപ്പെടുത്തുക ചെയ്യുന്നത്. സത്യത്തിൽ പുട്ടോ പയർവർഗ്ഗങ്ങളോ അല്ല കാരണം. അതിൻ്റെ ദഹനത്തിനുണ്ടാകുന്ന പ്രയാസങ്ങൾ എന്താണെന്നുള്ള ആ ശരീരശാസ്ത്രപരമായ കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ പോകുന്നില്ല എന്നുള്ളതാണ്. കാരണം അന്നജം ദഹിക്കുന്നത് വായിലെ ഉമിനീരിലെ ടയാലിൻ കൊണ്ടാണ്. ഏറ്റവും ടയാലിനാണ് സഹായിക്കുന്നത്. ശേഷം ആമാശയത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ അമലൈസ് ആക്കിയും ഗ്ലൂക്കോസ് ആക്കിയും ഗ്ലൈക്കോജനാക്കിയും ഫാറ്റാക്കിയും എല്ലാം കൺവേർട്ട് ചെയ്യാൻ വിവിധ തരത്തിലുള്ള ദഹനരസങ്ങൾ അകത്തുണ്ട്. പക്ഷേ നമ്മുടെ വായിൽ ഉമിനീരിലാണ് അതിൻ്റെ ദഹനത്തിൻ്റെ ആരംഭം എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ നമ്മൾ ധാന്യാഹാരങ്ങളൊക്കെ നന്നായിട്ട് ചവച്ചരച്ച് കഴിക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അതിന് കൂടെ കഴിക്കുന്ന ഈ ചെറുപയർ, മമ്പയർ, കടല, പ്രോട്ടീനൊക്കെ അത് ദഹിക്കാൻ വേണ്ടത് പെപ്സിൻ എന്ന് പറഞ്ഞ ഒരു ദഹനരസമാണ്. ഈ 2 ദഹനരസങ്ങൾ ഒരേ സമയം ശരീരത്തിൽ പ്രവർത്തിക്കാൻ കുറച്ചൊരു പ്രയാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദഹന കമ്മിയുള്ളവർക്ക്, ദഹനത്തിനൊരു പ്രയാസമുള്ളവർക്ക് പലപ്പോഴും ഇത് ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ, പുട്ടും കടലയും മലയാളികളുടെ പ്രിയങ്കരമായ ഈ പുട്ടും കടലയും ഒഴിവാക്കണമെന്ന് പറയുന്നില്ല. പ്രിയങ്കരമായ പുട്ടും കടലയും ഒരിക്കലും ഒഴിവാക്കേണ്ട, നിങ്ങളെന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെറുപയർ, മമ്പയർ, കടല, ഇങ്ങനെയുള്ള എല്ലാ പയർവർഗ്ഗങ്ങളും നമുക്ക് തനിയെ വേണമെങ്കിൽ ഉപയോഗിക്കാം. അതേസമയം അതിൻ്റെ കൂടെ നമുക്ക് വെജിറ്റബിൾ ഒക്കെ ആഡ് ചെയ്യാം, ഉപ്പ് അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ ആഡ് ചെയ്യാം. നമ്മൾ അതേസമയം ഇത്
അന്നജത്തിൻ്റെ കൂടെ, അതായത് ധാന്യങ്ങളുടെ അരി, ഗോതമ്പ് പോലുള്ള ധാന്യങ്ങളുടെ കൂടെ ചേർത്ത് കഴിക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് മുളപ്പിച്ചാൽ വളരെ നല്ലതാണ്. മുളപ്പിച്ച് കഴിഞ്ഞാൽ സ്പ്രൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്പ്രൗട്ടഡ് ഗ്രാംസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ സ്പ്രൗട്ടഡ് ഗ്രാംസിൽ ആൽക്കലൈൻ കണ്ടൻറ്റ് കൂടുന്നു. അതേപോലെ തന്നെ അതിൻ്റെ പോഷണം 30 ഇരട്ടി വർദ്ധിക്കുന്നതാണ് ന്യൂട്രീഷൻ ഗവേഷണത്തിൽ പറയുന്നത്. 30 ഇരട്ടി ന്യൂട്രീഷൻ വർദ്ധിക്കുന്നു. അതേപോലെ തന്നെ പ്രോട്ടീൻ വിഘടിക്കുന്നത് കൊണ്ട് വളരെ എളുപ്പം അന്നജവുമായിട്ട് ദഹന വിധേയമാകാൻ സഹായിക്കുന്നു. അങ്ങനെ നിരവധി ഗുണങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഈ അസിഡിറ്റി ഉള്ള ആൾക്കാർക്ക് അവരുടെ പ്രയാസത്തെ കുറയ്ക്കാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഓക്കെ, പിന്നെ ഇതൊരു രണ്ടാമത്തെ ഒരു വിരുദ്ധാഹാരം എന്ന് പറയുന്നത് അന്നജത്തിൻ്റെ കൂടെ അമിതമായിട്ടുള്ള ഉപ്പ്, എരിവ്, പുളി ഇങ്ങനെയുള്ളതൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഈ അമിതമായ ഉപ്പ്, എരിവ്, പുളി ഒക്കെ തന്നെ ശരിക്കും അന്നജത്തിൻ്റെ ദഹനത്തെ, നമ്മൾ ടയാലിനെ നിർവീര്യമാക്കാൻ സഹായിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ദഹനം മന്ദഗതിയിലാവും. അതുകൊണ്ട് ഒരു മിതമായ രീതിയിലുള്ള ഉപ്പ്, എരിവ്, പുളിയാണ് നമുക്ക് സുഗമമായ ദഹനത്തിന് എപ്പോഴും നല്ലത്. പിന്നെ നേരത്തെ പറഞ്ഞ ഒരു വിട്ടുപോയൊരു കാര്യം ഞാൻ ഇപ്പോൾ ആഡ് ചെയ്ത് പറയുകയാണ്. പുട്ടും കടലയും എന്ന് പറഞ്ഞ പോലെ പുട്ടും പഴവും അത് നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരിതാണ് അല്ലേ, പുട്ടും പഴവും. അതിലൊരു പ്രയാസം വരുന്നത്, അത് പുട്ടും പഴവും കഴിച്ചിട്ട് പല ആൾക്കാരും പറയാം വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് പറയാറുണ്ട്. എന്താ കാരണം? അതിൻ്റെ ദഹനത്തിന് പെപ്സിനും അതേപോലെ തന്നെ ഇത് രണ്ടും, പെപ്സിനും നമ്മുടെ നേരത്തെ പറഞ്ഞ ടയാലിൻ പോലെയല്ല, വയറിൽ അധികം പ്രശ്നമൊന്നും ഉണ്ടാവില്ല, കൂടുതൽ കോംപ്ലിക്കേഷനൊന്നും ഉണ്ടാക്കില്ല. പക്ഷേ ഈ ഫ്രൂട്ട്സിൻ്റെ ഗുണം പ്രോപ്പറായിട്ട് ബോഡിക്ക് കിട്ടാതെ പോകുന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. പുട്ടും പഴവും കഴിക്കുമ്പോൾ പഴത്തിന് ദഹനം ശരിക്കും നമ്മുടെ ആമാശയത്തിൽ ഡുവോഡിനത്തിൻ്റെ ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത്, ഡുവോഡിനം എന്ന ഭാഗത്ത് ശരിക്കും അത് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എംപ്റ്റി സ്റ്റൊമക്കിൽ വേണം ഫ്രൂട്ട്സ് കഴിക്കാൻ. പക്ഷേ ഇന്നത്തെ കാലത്ത് ആരും അങ്ങനെ ചെയ്യുന്നില്ല. ഭക്ഷണം കഴിച്ചാൽ അതിന് മുകളിലാണ് കഴിക്കുന്ന ഫ്രൂട്ട്സിൻ്റെ ഗുണം ശരിയായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ എംപ്റ്റി സ്റ്റൊമക്കിൽ കഴിക്കണം. എംപ്റ്റി സ്റ്റൊമക്ക് കാലത്തുണ്ടാവും, അതുപോലെ തന്നെ ഭക്ഷണം കഴിച്ച് 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും. 6 മണിക്കൂർ ഉണ്ടാവുമോ കിട്ടുമോ എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അത് നമ്മൾ ഓരോരുത്തരെയും കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ശരിക്കും വിരുദ്ധാഹാരങ്ങൾ ശ്രദ്ധിക്കേണ്ട പിന്നെ വ്യത്യസ്ത പ്രോട്ടീനുകൾ ഒരുമിച്ച് കഴിക്കരുത്. അതിന്ന് പല വീഡിയോസുകൾ, യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസ് നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് നട്ട്സ് ഒരുമിച്ച് ഇങ്ങനെ പൗഡറാക്കിയിട്ട് ഇങ്ങനെ കഴിക്കുന്ന രീതിയൊക്കെ. വ്യത്യസ്ത പ്രോട്ടീനുകൾ ഒരുമിച്ച് കഴിക്കരുത്. കാരണം പ്രകൃതി അതിനെല്ലാം വേറെ വേറെ തന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ വി ആർ ദ പാർട്ട് ഓഫ് ദ നാച്ചർ. നമ്മൾ പ്രകൃതിയുടെ ഭാഗമാണ്. പ്രകൃതി നമുക്ക് ഇവിടെ ജീവിക്കാനുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണോ അതേപടി ഉപയോഗിക്കുക. നമ്മളായിട്ട് അതെല്ലാം കൂട്ടിക്കലർത്തി കഴിക്കണമെന്നില്ല. അപ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ ഒരുമിച്ച് കഴിക്കുന്നത് വാദസംബന്ധമായ പ്രശ്നത്തിനൊക്കെ കാരണം, പ്രത്യേകിച്ച് സന്ധിവാതമുള്ളവർക്കൊക്കെ അങ്ങനെ ഡിഫറൻറ്റ് പ്രോട്ടീൻ ഒരുമിച്ച് കഴിക്കുമ്പോൾ വേദന കൂടുന്നതായിട്ട് എത്രയോ അനുഭവം നമുക്കുണ്ട്. അതുകൊണ്ട് വ്യത്യസ്ത പ്രോട്ടീനുകൾ ഒരുമിച്ച് കഴിക്കരുത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും. പിന്നെ ഒരു കാര്യം കൂടി അസിഡിറ്റി ഈ വിരുദ്ധാഹാരമായിട്ട് നമുക്ക് വരുന്ന ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്നുമല്ല, വെള്ളം. ഭക്ഷണത്തിൻ്റെ കൂടെ ഒരുപാട് വെള്ളം കുടിക്കരുത്. പരമാവധി വെള്ളം കുടിക്കാതിരിക്കുക. ഇനി വെള്ളം അത്യാവശ്യമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ തിളപ്പിച്ച വെള്ളം അല്ലെങ്കിൽ ജീരകവെള്ളം അതുപോലുള്ളത് മാത്രം കഴിക്കുക. പരമാവധി ഭക്ഷണത്തിന് കൂടെ വെള്ളം കുടിക്കാതെ കഴിക്കുന്നതാണ് നല്ലത്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളെ ഈ അസിഡിറ്റി, ദഹനേന്ദ്രിയ സംബന്ധമായ അസ്വസ്ഥതകൾക്ക്. വളരെ ചുരുക്കി പറഞ്ഞതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞൊരു വീഡിയോൻ്റെ കണ്ടിന്യൂഷനായിട്ട് വന്നതുപോലെ ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ വിട്ട് കഴിഞ്ഞാൽ അതിന് റീപ്ലൈ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയും ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.